മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന 11 സെന്റ് സ്ഥലവും 1750 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല ഫ്രണ്ടേജും നല്ല മുറ്റമൊക്കെ ഉള്ള നല്ല കിണറൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി വീട് കാണുവാനായിട്ടാണ്. ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് പാലായിൽ നിന്നും രാമപുരത്തേക്ക് പോകുന്ന വഴിക്ക് പാലാ ടൗണിൽ നിന്നും 2.5-3 കിലോമീറ്ററോളം ദൂരം വന്നു കഴിയുമ്പോൾ ഈ റോഡരികിൽ നിന്ന് ഒരു 400 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഇരിക്കുന്നതുകൊണ്ട് തൊട്ടപ്പുറത്തൊക്കെ വീടുകൾ കാണാം. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഇരിക്കുന്ന ഒരു RC ചർച്ചുമായിട്ട് 100 മീറ്റർ ദൂരത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന നല്ല കടകളൊക്കെ തൊട്ടടുത്തുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായിട്ടുള്ള വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഈ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് സ്ഥലവും കൂടി ചോദിക്കുന്ന വില 85 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു. മീനച്ചിൽ ഹോംസിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിത് വന്നിരിക്കുന്നത് നല്ല ഒരു കിടുക്കൻ വീടിൻ്റെ മുറ്റത്തേക്കാണ് നമ്മൾ വന്നിരിക്കുക. ഒരു 11 സെന്റ് സ്ഥലവും 1750 സ്ക്വയർ ഫീറ്റുള്ള നല്ലൊരു കിടുക്കൻ വീടും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് എലവേഷൻ തന്നെ നോക്കിക്കഴിയുമ്പോൾ ഒരു ഗ്രേയും വൈറ്റും കൂടി ഒരു പാറ്റേണായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന നല്ല ഒരു ഫ്രണ്ട് എലവേഷനാണ് ഇവിടെ കാണുന്നത്. ഇതാണ് ഫ്രണ്ട് മുറ്റം. നമ്മൾ കയറി വരുന്ന വഴി PWD റോഡിൽ നിന്നും ആരംഭിച്ച് ഏകദേശം ഒരു 50 മീറ്ററോളം ദൂരം മാത്രമാണ് ഈ മൺ റോഡുള്ളത്. 50 മീറ്റർ ദൂരം വന്നു കഴിഞ്ഞാൽ അതെല്ലാം വീടുകൾ തന്നെയാണ്, റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇതാണ് നമ്മുടെ മുറ്റത്തേക്ക് കയറുകയാണ്. സ്റ്റോണെല്ലാം വിരിച്ച് നല്ല അടിപൊളിയാക്കിയിരിക്കുന്ന മുറ്റം, അവിടെ പബിൾസൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന മുറ്റം. മുറ്റത്ത് വീടിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെ ഒരു കിണർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് ഫ്രണ്ട് എലവേഷൻ. കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട്, 1750 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഒട്ടും മറക്കണ്ട. എത്രയും പെട്ടെന്ന് ഞങ്ങളെ വിളിക്കൂ. കിണർ വലിയ കിണറാണ്, ഒതുക്കി കെട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് മുറ്റത്തൊരു മാവ്, ഒരു പ്ലാവ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗമാണ് ഈ കാണുന്ന ഭാഗം. ഇത് ഏകദേശം ഒരു നല്ലൊരു മുറ്റം ഈ സൈഡിലുമുണ്ട്. കാരണം കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്നിടത്ത് ഒരു വർക്ക് ഏരിയയും കൂടി എക്സ്ട്രാ ഒക്കെ ചെയ്യണം തോന്നുവാണെങ്കിൽ അതിനൊക്കെ പറ്റുന്ന രീതിയിൽ മുറ്റമുണ്ട്. നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തെ നല്ലൊരു സിറ്റ് ഔട്ട്, ഡൈനിങ്ങിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കാൻ പറ്റുന്ന രീതിയിൽ സിറ്റ് ഔട്ട് ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒരു നമുക്കൊരു കോർട്ട് യാർഡ് പോലെയൊക്കെ ആക്കിയെടുത്ത് നല്ല മരങ്ങളൊക്കെ വെച്ച് ഇവിടെ വന്നിരിക്കുവാനൊക്കെ ആയിട്ട് നല്ല സ്പേസ് ഉണ്ട്. മുകളിൽ കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ ഇരിക്കുന്ന ലൊക്കേഷൻ്റെ ചുറ്റുവട്ടം. ഈ കാണുന്ന പ്രോപ്പർട്ടിയിൽ ഒരിക്കലും വീട് വരുന്നതല്ല. അപ്പുറത്തെ വീട്ടുകാർ വാങ്ങിച്ചിട്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അവരുടെ ഫ്രണ്ടിൽ വീട് വരാതെ, വീടിൻ്റെ ഫ്രണ്ടിൽ വീട് വരാതിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അവർ വാങ്ങിച്ചിട്ടിരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ഫ്രണ്ട് എലവേഷനിലേക്കും ഫ്രണ്ട് വ്യൂവിലേക്കും വന്നു. നല്ല ഒരു ക്വാളിറ്റി, നല്ല ഭംഗിയോടുകൂടിയുള്ള നല്ല ഒരു ഫ്രണ്ട് എലവേഷൻ, നല്ലൊരു ഗേറ്റ്. വീടിൻ്റെ വാസ്തുപരമായിട്ട് വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു കുട്ടി ഗേറ്റും. അങ്ങനെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഡബിൾ പാളി ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുക. നല്ലൊരു ഡബിൾ പാളി ഡോറ് ഇവിടെ വന്നിട്ടുണ്ട്. ജനൽപ്പാളികളൊക്കെ പ്രത്യേക ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് 85 ലക്ഷം രൂപ ചോദിക്കുക മാത്രം, നെഗോഷ്യബിൾ ആയിട്ടുള്ള വീടാണ്. തേക്ക് കൊണ്ടുള്ളതാണ് ഫ്രണ്ട് ഡോറ്. ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുക. ഇത് നമ്മുടെ ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി നല്ലൊരു സ്വീകരണമുറി ഇവിടെ കാണാം. സ്വീകരണമുറിയുടെ ചേർന്ന് തന്നെ ഒരു TV യൂണിറ്റിൻ്റെ പോയിൻ്റ് കാണാം. ഇവിടെ ഓരോ പാനലിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് കാണാം. മേളിൽ ജിപ്സം സീലിംഗ് ചെയ്തിട്ട് അവിടെയെല്ലാം നല്ല പ്രൊഫൈൽ ലൈറ്റുകൾ, സ്ട്രിപ്പ് ലൈറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നതും കാണാം. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു വീട് എന്ന് നമുക്ക് ഉറക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന 1750 സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഡൈനിങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഡൈനിങ് ഏരിയയാണ് ഈ കാണുന്നത്. നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇത് ഇവിടെ ഈ സൈഡിലായിട്ട് തന്നെ ഒരു പ്രെയർ യൂണിറ്റിൻ്റെ പോയിൻ്റാണ് ഇവിടെ വന്നിരിക്കുക.
നല്ലൊരു പ്രയർ യൂണിറ്റ് കയറി വരുമ്പോൾ തന്നെ കാണാവുന്ന രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. തൊട്ടപ്പുറത്താണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഇരു സൈഡിലുമായിട്ട് 2 ഡോറുകളുണ്ട്. ഇത് വാഷ് കൗണ്ടറിൽ കൊടുത്തിരിക്കുന്ന മിറർ നല്ല വലിപ്പമുള്ളൊരു മിറർ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊരു ആകർഷണീയത ഈ വീടിന് തോന്നിച്ചു. നമ്മൾ ഡോറ് തുറന്ന് തേക്കൻ തടി കൊണ്ട് തന്നെയുള്ള ഡോറാണ്. കട്ടളയെല്ലാം മാഞ്ഞിലി, പാളികളെല്ലാം തേക്ക്. ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിച്ചു. ഇതാണ് നമ്മുടെ ബെഡ്റൂം ൻ്റെ ജനൽപ്പാളികളൊക്കെ കൊടുത്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള നല്ല ബെഡ്റൂമുകളാണ് ഇവിടെ ചെയ്തിരിക്കുക. ഇതാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നല്ല കബോർഡ് വർക്കുകൾ. അവിടെ ഒരു ടേബിളായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടോയ്ലറ്റിലേക്ക് കയറി ഡ്രൈ ഏരിയയും എല്ലാം നമുക്ക് ഇവിടെ പാർട്ടീഷൻ ചെയ്തുകൊണ്ടുള്ള നല്ലൊരു ടോയ്ലറ്റാണ് ഇവിടെ കാണുന്നത്. ഇവിടെയാണ് മിറർ ലാമ്പ് എല്ലാം ചെയ്തിരിക്കുന്നതും ഇവിടെയാണ്. നമുക്ക് നേരെ വീണ്ടും ബെഡ്റൂം. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. 1750 സ്ക്വയർ ഫീറ്റിൽ സാധാരണ 4 ബെഡ്റൂമൊക്കെ പലരും ചെയ്യുന്നത്. ഇത് 3 ബെഡ്റൂം ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബെഡ്റൂമുകൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വന്നു. നമ്മൾ ഇവിടെ ഡ്രസ്സിങ് ഏരിയയിലും കബോർഡ് ചെയ്തിട്ടുണ്ട്. അവിടെ മിറർ, ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന മിറർ കാണാം. നല്ല വലിപ്പമുള്ള മിറർ തന്നെയാണ് കൊടുത്തിരിക്കുക. ഇവിടെയും വലിപ്പമുള്ള ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെയും ടോയ്ലറ്റ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് പാലാ ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരമാണ് പാലാ ടൗണിലേക്കുള്ളത്. 2.5 അല്ലെങ്കിൽ 3 കിലോമീറ്റർ ദൂരം മാത്രം. RC പള്ളിയുമായിട്ട് 100 മീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പള്ളി പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ കൂടുതലൊന്നും കിട്ടാനില്ല. അതുപോലെ പള്ളിയുമായിട്ട് 100 മീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായിട്ടൊരു 300 മീറ്റർ ദൂരം മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായിട്ടുള്ളത്. കടകളിലേക്ക് പോകാനും ഈ 300 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് കൂത്താട്ടുകുളം, എറണാകുളം എയർപോർട്ടിലേക്കൊക്കെ പോകുവാനായിട്ട് ഈസി ആക്സസ് ഉള്ള നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെടുകയും നല്ല ഭംഗിയായിട്ട് തന്നെ പണികൾ തീർക്കുകയും എല്ലാം നല്ല പ്രൈം ലൊക്കേഷനിൽ തന്നെ പണി കഴിപ്പിക്കുകയും ആരാധനാലയങ്ങളിലേക്കൊക്കെ പോകുവാനായിട്ട് എളുപ്പത്തിൽ പോകാൻ പറ്റുകയും കടകളിലേക്ക് പോകുവാനായിട്ട് എളുപ്പത്തിൽ പോകാൻ പറ്റുകയൊക്കെ ചെയ്യുന്ന നല്ല ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോപ്പർട്ടി. നമ്മൾ 3ാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിലേക്കാണ് വന്നത്. ടോയ്ലറ്റും നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകൾ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുക. ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. വീണ്ടും നമ്മൾ ഇവിടെ കിച്ചണിലേക്കൊന്ന് കയറണം. ഈ പാർട്ടീഷൻ വർക്ക്, ഈ ഫാൻസി ലൈറ്റുകൾ, ഈ ജിപ്സം വർക്കുകൾ എല്ലാം അതിമനോഹരമായിട്ടുള്ള വർക്കുകൾ തന്നെയാണ്. നല്ല ഭംഗിയുള്ള കബോർഡ് വർക്കുകൾ, നല്ല വൃത്തിക്ക് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ നല്ലൊരു കബോർഡ് വർക്കുകൾ, വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ്, മോട്ടറിൻ്റെ സ്വിച്ച് എല്ലാം ഇവിടെ തന്നെയാണ് വന്നിരിക്കുക. അപ്പോൾ നല്ലൊരു വീട്, നല്ല കബോർഡ് വർക്കുകൾ, നല്ല കിച്ചൺ, 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, പാലാ കൂത്താട്ടുകുളം റോഡിൽ പാലാ ടൗണിൽ നിന്നും 2.5 കിലോമീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട്. ഇവിടെ നമ്മുടെ മൈക്രോവനൊക്കെ വെക്കുവാനൊക്കെ ആയിട്ടുള്ള സ്പേസൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള എല്ലാം കൊണ്ടും നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന നല്ല കിടുക്കാച്ചി വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. ചോദിക്കുന്ന വില 85 ലക്ഷം രൂപ മാത്രം. അത് നെഗോഷ്യബിളാണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മിനിച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് തന്നാൽ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കോർട്ട് യാർഡ്, അല്ലെ സിറ്റ് ഔട്ട്, പുറത്തേക്കുള്ള സിറ്റ് ഔട്ട് നമ്മൾ കാണുന്നത് ഇവിടെയാണ്. അങ്ങനെ ഇവിടെ ഒന്ന് ഇറങ്ങിയിരിക്കുവാനൊക്കെ ആയിട്ട് പറ്റുന്ന രീതിയിൽ, അപ്പുറത്തെ വീടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ദൂരം കണ്ടല്ലോ, അത്രയും ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയും നല്ല ഒരു സൗകര്യപ്രദമായിട്ട് നല്ല പ്രൈവസിയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ അടിപൊളി വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാത്തവർ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത്, മടിക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് ഈ വീടും സ്ഥലവും കാണണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നവർ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക.
ഏത് സമയത്ത് വന്നാലും പ്രോപ്പർട്ടി കാണുവാനായിട്ട് ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എന്നും നിങ്ങളുടെ മുന്നിലേക്ക് മീനച്ചൽ ഹോംസ്. അപ്പോൾ മീനച്ചൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഗുഡ് ബൈ.